ആദിവർണ്ണ ഉദ്ധവന്മാരെ കുലോപിറന്ന മുത്തിമാരെ ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ അറിവുമില്ലേ തിരിവുമില്ലേ നാലുകോടി 42 ഈശ്വരന്മാര് തുണയായി വന്നിരിക്കണം എന്റെ അപ്പനപ്പൂപ്പന്മാരെ. 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എന്റെ അപ്പനപ്പൂപ്പന്മാരെ. ആടാടെ ആടാടെ ആടാടാടാടേ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാടെ ആടാടെ ആടാടാടാടേ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാടേ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടിക്കളിക്കുമ്പോളേ അമ്മ വാർമുടി കെട്ടുമ്പോളേ ആടിക്കളിക്കുമ്പോളേ വാർമുടി കെട്ടുമ്പോളേ അമ്മ ചോടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കണട്ടാ. അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ടാ. ചേലിനാലേ കണ്ണാരം ചാർത്തണട്ടാ. അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണട്ടാ. ആടാട് ആടാട് ആടാടാടാടേ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാടേ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അരപ്പട്ടിൻ ചേലിനാരേ അരയ്ക്കോ തരമണിയും അരപ്പട്ടിൻ ചേലിനാരേ അരയ്ക്കോ തരമണിയും. അമ്മ ചെഞ്ചോര ചുണ്ടിനാലേ പുഞ്ചിരി തൂകുമ്പോഴേ അമ്മ വാരി പുണരുമ്പോളേ കണ്ണ് നിറയണട്ടാ. വടക്കുന്ന് വന്നവളേ എന്റെ നല്ലച്ഛൻ പൊന്മകളേ. വടക്കുന്ന് വന്നവളേ നല്ലച്ഛൻ പൊന്മകളേ. നല്ല വാഴര തുമ്പിനാലേ കള്ള് തെളിക്കുമ്പോഴേ എന്റെ ചേലത്ത് പൂമുറ്റത്ത് വന്ന് തെളിയണട്ടാ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ കാവിലെ നല്ലമ്മേ. നല്ലമ്മേ. ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാടേ
അമ്മ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചോടുന്നു വയ്ക്കുമ്പോഴേ താളം പിടിക്കണട്ട Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. മിസ്റ്റിക് രാഗാസ് ആൻഡ് മാജിക് ബീറ്റ്സ് സൂപ്പർ. ഓ ഇതിലിപ്പോ ആരാണ് മുന്നിലെന്ന് എനിക്കറിയില്ല, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. പക്ഷെ അവരെന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾ എല്ലാരും ഒച്ചയെടുത്ത് ബഹളം ഉണ്ടാക്കിയ സമയത്ത് ഒരു കാര്യം മുങ്ങിപ്പോയി. പാട്ടതിനി ബാക്കി ഉണ്ടായിരുന്നല്ലോ, എന്താ പറഞ്ഞേ? അത് പറഞ്ഞ അനക്ക വെയിറ്റ് ചെയ്യാ പാടാൻ വേണ്ടിട്ട് സഞ്ജയ് നോക്കുമ്പോ താങ്ക് യു സാർ ഒന്ന് അല്ലേ ഒരു ക്ലൈമാക്സ് ഒന്ന് നിന്നപ്പോഴേ അറിയാതെ നമ്മൾ ആഹാന്ന് പറഞ്ഞു താങ്ക് യു സാർ. അപ്പൊ തന്നെ തുടങ്ങി. അതെങ്ങനെ തുടങ്ങിയത്? ബാക്കി പാട്ട് താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചോദിക്കാം. MT സാർ. അനഘ ആൻഡ് സഞ്ജയ് കാലയ്ക്ക് തിമിർത്ത് മറിച്ച്, കാരണം അതിന്റെ ഒരു പേസിൽ തുടങ്ങിയിട്ട് പിന്നെ അത് കംപ്ലീറ്റ് അങ്ങോട്ട് വന്ന് പാടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടുത്ത താളത്തിലോട്ട് മാറി അതങ്ങ് ഫാസ്റ്റ് ആക്കിയൊക്കെ വന്നപ്പോൾ ശരിക്കും നമ്മുടെ ഗൂസ് ബംസ് വന്നത് അങ്ങ് കൊള്ളാം. നല്ലൊരു എനർജി. രണ്ടുപേരും തോപ്പം പാടിയിട്ടു. കാരണം അതിനകത്ത് വലിയൊരു ഒരാളൊരു ചെറിയൊരു അക്ഷരത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ചിരി ശ്രുതിയുടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമൊന്നുമല്ല. റെക്കോർഡ് ഇട്ട പോലെ പാടുകയാണെങ്കിൽ പിന്നെ എന്തിനാ കോമ്പറ്റീഷൻ അല്ലേ? കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വരണം. എന്നാലും ഇതൊരു മിസ്റ്റേക്ക് ഒന്നും അല്ല, നല്ല രസമായിരുന്നു. ഇതിന്റെ ടോട്ടൽ ഇതേ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഒരാള്. ഓ ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട് ഈ പാട്ട് കേൾക്കാൻ. ഓക്കുമുണ്ട്, എന്നാൽ ഒരു സിനിമാറ്റിക് ടച്ച് അതിൻ്റെ ഇടയിൽ കയറുന്നുണ്ട്. ഓൻ പാടുന്ന പോർഷൻസിലൊക്കെ ചെറിയ ടച്ചസ് ഉണ്ട്. നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടെ. മിസ്റ്റേക്സ് രണ്ടുപേരും ഒരു ത്രാസ് പോലെ നിന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ചേച്ചി. സഞ്ജയ് ആൻഡ് അനഘ സൂപ്പർ പെർഫോമൻസ്. ശരിക്കും അതാ ഇപ്പോഴും ആ തീ ഇങ്ങനെ കത്തി ജ്വലിക്കുകയാണ് ബാക്കില്. എന്തൊരു ഭംഗിയാണ് കാണാൻ. ആ ഗ്രാഫിക്സും മനോഹരമാണ്. പിന്നെ നിങ്ങളുടെ ഡാൻസേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാവരും കൂടെ അത് കലക്കി. കാരണം ഈ താളം മാറുന്ന സമയത്ത് സ്പീഡ് കൂടുന്ന സ്ഥലത്തൊക്കെ ശരിക്കും ക്ലാഷസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ മനോഹരമായിട്ട് മാനേജ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഒരു ഓളം ഉണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങൾ എല്ലാവരും. നിങ്ങൾ രണ്ടുപേരും മക്കളെ ഫാന്റാസ്റ്റിക്. നല്ലതുപോലെ എൻജോയ് ചെയ്തു പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ്, അനഘ നല്ല കിടുക്കാച്ചി ഒരു ഐറ്റം നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ആ പാട്ട് എന്ത് വികാരം തരണമോ അത് നിങ്ങൾ തന്നിട്ടുണ്ട്. പിന്നതായി ഈ പിറകിലുള്ള ഐറ്റവും പിന്നെ ഡാൻസേഴ്സും മനോഹരമായിരുന്നു. അത് അവരിങ്ങനെ ഈ കൂട്ടി ഞങ്ങൾ വിചാരിച്ച് അവിടെ തീർന്നെന്ന് കേട്ടോ. ഞങ്ങളുടെ മനസ്സിലെ ക്ലൈമാക്സ് അവിടെ കഴിഞ്ഞു. ഞാൻ അണ്ണൻ ഇത് അതിൻ്റെ പാത്തോസ് വേർഷനാണ് ബാക്കിയുള്ളത്. അത് രസമായിരുന്നു. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു താങ്ക് യു പറഞ്ഞു. അതിമനോഹരമായിരുന്നു. അല്ല, ആ താങ്ക് യു പറഞ്ഞ് ചമ്മിപ്പോയില്ലേ? ചമ്മിപ്പോയതിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആറ്റ്ലി പോലെ തുടങ്ങുന്നു. ആടാട് രണ്ടാട്ടമായി പോയി. രണ്ടാട് ശരിക്കും വെയിറ്റ് ചെയ്യാനായിരുന്നു. ഞാൻ അവനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ അവൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സ്പീഡിൽ പാടി നിർത്തിയിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. അപ്പൊ ഞാനിങ്ങനെ 1, 2 അപ്പൊ നോക്കുമ്പോ താങ്ക് യു സാർ. അതേ ലേറ്റായി തുടങ്ങാൻ. നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ പാടിയത്. അത് ഒരു ഓളം ഉണ്ടായിരുന്നു. കാര്യം ഇതൊരു സിമ്പിൾ ഒരു സംഭവമല്ല. ഇങ്ങനെയുള്ള നാടൻ പാട്ടുകളെല്ലാം ആ സിമ്പിളാണ്. ആ സിംപ്ലിസിറ്റിയിലാണ് അതിൻ്റെ അഴകുള്ളത്. പക്ഷെ രണ്ടുപേരും കൊള്ളാം. പക്ഷെ എനിക്ക് ഒരു പണവട ഒരു 5 പൈസ കൂടുതൽ ഈ ചെക്കൻ്റെ അടുത്താണ് തോന്നിയത്. ഇത്ര ഇത്തിപ്പോലും കേട്ടോ. അത് നിന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ. രണ്ടുപേരും കലക്കി. രണ്ടുപേരും കലക്കി. ആ ഒരു ബേസിക്കലി ഈ ഒരു റൗണ്ടിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂഡ് ക്രിയേഷൻ ആണ്. പ്രത്യേകിച്ച് ഈ ഡാൻസേഴ്സും ഈ ഒരു ആംബിയൻസും കണ്ടില്ല. ഇപ്പോഴും അതിൻ്റെ ഒരു ഫ്ലെയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര മൂഡാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ സിംഗിങ്ങും അവസാനത്തെ സഞ്ജയുടെ താങ്ക് യു.
അത് കഴിഞ്ഞിട്ട് വന്ന അതിന്റെ സ്റ്റോപ്പേസും എല്ലാം രസമായിരുന്നു, എല്ലാം നല്ല എന്റർടൈനിങ് ആയിരുന്നു. പിന്നെ അനക്ക ചെറുതായിട്ടൊന്ന് ടയർഡായി. പക്ഷെ അനക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, അനക്ക ഉഗ്രനായിരുന്നു. അനക്ക ഒരു പ്രത്യേക ഒരു എനർജി വന്ന പോലെ എനിക്ക് തോന്നി. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബോത്ത് ഓഫ് യു രണ്ടുപേരും കലക്കി, നല്ല രസമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഫസ്റ്റ് മിസ്റ്റിക് രാഗാസിൽ എന്ന് നോക്കാം. 9.2. താങ്ക് യു സർ. ശരത് സർ. അനക്ക 9.2. ഓക്കെ ഷാനിക്ക. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ അനക്കയുടെ ടോട്ടൽ 18.4. താങ്ക് യു. ഇനി സഞ്ജയുടെ. ശരത് സർ. 9.3. എം ജി സർ. Is the same. 9.3. 9.3. ഓക്കെ, ചേച്ചി. സഞ്ജയ് മാർക്സ് എഴുതിയിട്ടുണ്ട്, ഇതിലിടുന്നു. ഓക്കെ, സോ ടോട്ടൽ 18.6. ചെറിയ പോയിന്റ് വ്യത്യാസം മാത്രം. അതെ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ